ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് പഠിക്കാനും ഓർത്ത് വയ്ക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയം മുതലേ കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥ കേട്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുന്നതും മലയാളത്തിലൊരു സെൻറ്റൻസ് പറയുന്നതും ഒരുപോലെയല്ല. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് പഠിക്കുന്ന ഓരോ പുതിയ വാക്കും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറി കേട്ട് നോക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് തിങ്ക് ബിഫോർ യു ജഡ്ജ്. നിങ്ങൾ വിധിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആലോചിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബിഫോർ മുമ്പ്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ ജഡ്ജി അല്ലെങ്കിൽ ന്യായാധിപതി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വിധി പറയുക അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. തിങ്ക് ബിഫോർ യു ജഡ്ജ്. നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിധിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. എ ഡോക്ടർ entered into the hospital in a hurry after being called for an urgent surgery. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിളിച്ചതിനെ തുടർന്ന് ഒരു ഡോക്ടർ തിടുക്കത്തിൽ ആശുപത്രിയിലേക്ക് കയറി. എ ഡോക്ടർ entered into the hospital. എൻ്റർ എന്ന് വെച്ചാൽ പ്രവേശിക്കുക, അകത്ത് കടക്കുക അല്ലെങ്കിൽ കയറുക എന്നൊക്കെയാണ് അർത്ഥം. എ ഡോക്ടർ entered into the hospital. ഒരു ഡോക്ടർ ആശുപത്രിയിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കയറി. ഇൻ എ ഹറി. ഹറി എന്ന് പറഞ്ഞാൽ തിടുക്കം അല്ലെങ്കിൽ വേഗം നടക്കുക. ഇൻ എ ഹറി എന്ന് വെച്ചാൽ ധൃതിയിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ. എ ഡോക്ടർ entered into the hospital in a hurry. ഒരു ഡോക്ടർ തിടുക്കത്തിൽ ആശുപത്രിയിലേക്ക് കയറി. ആഫ്റ്റർ ബീയിങ് കോൾഡ് ഫോർ ആൻ അർജൻറ്റ് സർജറി. ആഫ്റ്റർ ശേഷം. ആഫ്റ്റർ ബീയിങ് കോൾഡ് വിളിച്ചതിന് ശേഷം. ഫോർ ആൻ അർജൻറ്റ് സർജറി. അർജൻറ്റ് അത്യാവശ്യമായ അല്ലെങ്കിൽ അടിയന്തരമായ. അർജൻറ്റ് സർജറി അടിയന്തര ശസ്ത്രക്രിയ. ഫോർ ആൻ അർജൻറ്റ് സർജറി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി. എ ഡോക്ടർ entered into the hospital in a hurry ആഫ്റ്റർ ബീയിങ് കോൾഡ് ഫോർ ആൻ അർജൻറ്റ് സർജറി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിളിച്ചതിനെ തുടർന്ന് ഒരു ഡോക്ടർ തിടുക്കത്തിൽ ആശുപത്രിയിലേക്ക് കയറി. ഹി ആൻസർഡ് ദ കോൾ സൂൺ, ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ് ആൻഡ് വെന്റ് ഡയറക്ട്ലി ടു ദ സർജറി ബ്ലോക്ക്. അയാൾ ഉടൻ കോൾ അറ്റൻഡ് ചെയ്തു, വസ്ത്രം മാറി, നേരെ സർജറി ബ്ലോക്കിലേക്ക് പോയി. ഹി ആൻസർഡ് ദ കോൾ സൂൺ. ഹി ആൻസർഡ് അവൻ മറുപടി പറഞ്ഞു. ഹി ആൻസർഡ് ദ കോൾ അവൻ കോളിന് മറുപടി നൽകി. സൂൺ എന്ന് വെച്ചാൽ ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. ഹി ആൻസർഡ് ദ കോൾ സൂൺ. അയാൾ ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ കോളിന് മറുപടി നൽകി. ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ്. അവൻ്റെ വസ്ത്രം ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ വസ്ത്രം മാറി. ആൻഡ് വെന്റ് ഡയറക്ട്ലി ടു ദ സർജറി ബ്ലോക്ക്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതിൻ്റെ പാസ്റ്റാണ് വെന്റ്, പോയി. വെന്റ് ഡയറക്ട്ലി ടു ദ സർജറി ബ്ലോക്ക്. ഡയറക്ട്ലി എന്ന് വെച്ചാൽ നേരെ. ഡയറക്ട്ലി ടു ദ സർജറി ബ്ലോക്ക് നേരെ സർജറി ബ്ലോക്കിലേക്ക്. വെന്റ് ഡയറക്ട്ലി ടു ദ സർജറി ബ്ലോക്ക് നേരെ സർജറി ബ്ലോക്കിലേക്ക് പോയി. He answered the call soon, changed his clothes and went directly to the surgery block. He found the boy's father pacing in the hall, waiting for the doctor. കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ കാത്ത് ഹാളിൽ നടക്കുന്നത് അയാൾ കണ്ടു. He found the boy's father pacing in the hall. Find എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, അതിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട്, കണ്ടെത്തി. He found അവൻ കണ്ടെത്തി അല്ലെങ്കിൽ അവൻ കണ്ടു. The boy's father pacing in the hall. Pace എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കുക അല്ലെങ്കിൽ ചുവട് വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ ബോയ്സ് ഫാദർ പേസിങ്. കുട്ടിയുടെ അച്ഛൻ നടക്കുന്നു. എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ഹാൾ, ഹാളിൽ. വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ. ഡോക്ടറിനെ കാത്ത്. ഹി ഫൗണ്ട് ദ ബോയ്സ് ഫാദർ പേസിങ് ഇൻ ദ ഹാൾ വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ. ഓൺ സീയിങ് ഹിം ദ ഫാദർ യെൽഡ്, വൈ ഡിഡ് യു ടേക്ക് ഓൾ ദിസ് ടൈം ടു കം? ഡോണ്ട് യു നോ ദാറ്റ് മൈ സൺസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ? ഡോണ്ട് യു ഹാവ് എനി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി? അവനെ കണ്ടപ്പോൾ ആ അച്ഛൻ അലറി, എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ ഇത്രയും സമയമെടുത്തത്? എൻ്റെ മകൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധമില്ലേ? ഓൺ സീയിങ് ഹിം. സീ എന്ന് പറഞ്ഞാൽ കാണുക. ഓൺ സീയിങ് ഹിം അവനെ കണ്ടപ്പോൾ. ദ ഫാദർ എൽഡ്. എൽ എന്ന് പറഞ്ഞാൽ അലറുക അല്ലെങ്കിൽ ആക്രോശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ ഫാദർ എൽഡ് അച്ഛൻ അലറി അല്ലെങ്കിൽ ആക്രോശിച്ചു. വൈ ഡിഡ് യു ടേക്ക് ഓൾ ദിസ് ടൈം ടു കം? വൈ ഡിഡ് യു ടേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എടുത്തത്? ഓൾ ദിസ് ടൈം ഇത്രയും സമയം. ടു കം വരാൻ. വൈ ഡിഡ് യു ടേക്ക് ഓൾ ദിസ് ടൈം ടു കം എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ ഇത്രയും സമയമെടുത്തത്? ഡോണ്ട് യു നോ ദാറ്റ് മൈ സൺസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഡോണ്ട് യു നോ. നോ എന്ന് വെച്ചാൽ അറിയുക. ഡോണ്ട് യു നോ നിങ്ങൾക്കറിയില്ലേ. ഡോണ്ട് യു നോ ദാറ്റ് നിങ്ങൾക്കത് അറിയില്ലേ. മൈ സൺസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഡേഞ്ചർ എന്ന് വെച്ചാൽ അപകടം. ലൈഫ് ജീവിതം അല്ലെങ്കിൽ ജീവൻ. മൈ സൺസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ.
എൻ്റെ മകൻ്റെ ജീവൻ അപകടത്തിലാണ്. ഡോണ്ട് യു നോ ദാറ്റ് മൈ സൺസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. എൻ്റെ മകൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഡോണ്ട് യു ഹാവ് എനി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി? സെൻസ് എന്ന് പറഞ്ഞാൽ ബോധം അല്ലെങ്കിൽ ധാരണ എന്നൊക്കെയാണ് അർത്ഥം. റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്ത ബോധം. ഡോണ്ട് യു ഹാവ് എനി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി? നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധമില്ലേ? ഓൺ സീയിങ് ഹിം ദ ഫാദർ യെൽഡ്, വൈ ഡിഡ് യു ടേക്ക് ഓൾ ദിസ് ടൈം ടു കം? Don't you know that my son's life is in danger? Don't you have any sense of responsibility? The doctor smiled and said, I'm sorry, I wasn't in the hospital and I came as fast as I could after receiving the call. And now I wish you'd calm down so that I can do my work. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. കോൾ കിട്ടിയതിന് ശേഷം ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ വന്നു. ഇപ്പോൾ എൻ്റെ ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ശാന്തനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഡോക്ടർ സ്മൈൽഡ്, ഡോക്ടർ പുഞ്ചിരിച്ചു. ആൻഡ് സെഡ് പറഞ്ഞു. ദ ഡോക്ടർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ വാസൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഐ വാസൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ആൻഡ് ഐ കെയിം ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. ഐ കെയിം, ഞാൻ വന്നു. കം എന്ന് പറഞ്ഞാൽ വരിക, കെയിം വന്നു. ഐ കെയിം, ഞാൻ വന്നു. ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്, എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ. ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ് എന്ന് വെച്ചാൽ എനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ. ആഫ്റ്റർ റിസീവിങ് ദ കോൾ, റിസീവ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ എത്തുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ്. ആഫ്റ്റർ റിസീവിങ് ദ കോൾ, ആഫ്റ്റർ ശേഷം, ആഫ്റ്റർ റിസീവിങ് ദ കോൾ, കോൾ കിട്ടിയതിന് ശേഷം. ആൻഡ് നൗ ഇപ്പോൾ. ഐ വിഷ് യുഡ് കാം ഡൗൺ സോ ദാറ്റ് ഐ ക്യാൻ ഡു മൈ വർക്ക്. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. കാം ഡൗൺ എന്ന് വെച്ചാൽ ശാന്തമാവുക. ഐ വിഷ് യുഡ് കാം ഡൗൺ, നിങ്ങൾ ശാന്തനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ് ഐ ക്യാൻ ഡു മൈ വർക്ക്, അങ്ങനെ എനിക്കെൻ്റെ ജോലി ചെയ്യാൻ കഴിയും. ആൻഡ് നൗ ഐ വിഷ് യുഡ് കാം ഡൗൺ സോ ദാറ്റ് ഐ ക്യാൻ ഡു മൈ വർക്ക്. ഇപ്പോൾ എനിക്കെൻ്റെ ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ശാന്തനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഡോക്ടർ സ്മൈൽഡ് ആൻഡ് സെഡ്, ഐ എം സോറി, ഐ വാസൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ and I came as fast as I could after receiving the call, and now I wish you'd calm down so that I can do my work. Calm down? What if your son was in this room right now? Would you calm down? If your own son dies while waiting for a doctor, then what will you do? Said the father angrily. ശാന്തമാവുക? ഇപ്പോൾ ഈ മുറിയിൽ നിങ്ങളുടെ മകനായിരുന്നെങ്കിലോ? നിങ്ങൾ ശാന്തമാകുമോ? ഒരു ഡോക്ടറെ കാത്ത് നിങ്ങളുടെ സ്വന്തം മകൻ മരിച്ചാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു. കാം ഡൗൺ, കാം ഡൗൺ എന്ന് വെച്ചാൽ ശാന്തമാവുക. ഇവിടെ ഇതൊരു ചോദ്യ രൂപത്തിലാണ് ചോദിക്കുന്നത്. കാം ഡൗൺ, ശാന്തമാവുക, ഇങ്ങനൊരു ചോദ്യ രൂപത്തിലാണ് ഇതിവിടെ ചോദിക്കുന്നത്. വാട്ട് ഇഫ് യുവർ സൺ വാസ് ഇൻ ദിസ് റൂം റൈറ്റ് നൗ? വാട്ട് ഇഫ് എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ. വാട്ട് ഇഫ് യുവർ സൺ വാസ്, നിങ്ങളുടെ മകനായിരുന്നെങ്കിലോ. ഇൻ ദിസ് റൂം, ഈ റൂമിൽ. റൈറ്റ് നൗ, ഇപ്പോൾ. വാട്ട് ഇഫ് യുവർ സൺ വാസ് ഇൻ ദിസ് റൂം റൈറ്റ് നൗ? ഇപ്പോൾ ഈ മുറിയിൽ നിങ്ങളുടെ മകനായിരുന്നെങ്കിലോ. വുഡ് യു കാം ഡൗൺ, നിങ്ങൾ ശാന്തമാകുമോ? വുഡ് യു കാം ഡൗൺ? ഇഫ് യുവർ ഓൺ സൺ ഡൈസ് വൈൽ വെയിറ്റിംഗ് ഫോർ എ ഡോക്ടർ, ദെൻ വാട്ട് വിൽ യു ഡു? ഇഫ് യുവർ ഓൺ സൺ ഡൈസ്, ഇഫ് എങ്കിൽ. ഓൺ സൺ എന്ന് വെച്ചാൽ സ്വന്തം മകൻ. ഡൈ മരിക്കുക. ഇഫ് യുവർ ഓൺ സൺ ഡൈസ്, നിങ്ങളുടെ സ്വന്തം മകൻ മരിച്ചാൽ. വൈൽ വെയിറ്റിംഗ് ഫോർ എ ഡോക്ടർ, വൈൽ എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. വൈൽ വെയിറ്റിംഗ് ഫോർ എ ഡോക്ടർ, ഒരു ഡോക്ടറെ കാത്തിരിക്കുമ്പോൾ. ദെൻ വാട്ട് വിൽ യു ഡു? ദെൻ അപ്പോൾ. വാട്ട് വിൽ യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? ദെൻ വാട്ട് വിൽ യു ഡു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സെഡ് ദ ഫാദർ ആംഗ്രിലി. സെഡ് പറഞ്ഞു, ആംഗ്രിലി ദേഷ്യത്തോടെ. സെഡ് ദ ഫാദർ ആംഗ്രിലി, അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദ ഡോക്ടർ സ്മൈൽഡ് അഗെയിൻ ആൻഡ് റിപ്ലൈഡ്, വി വിൽ ഡു അവർ ബെസ്റ്റ് ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് യു ഷുഡ് ഓൾസോ പ്രേ ഫോർ യുവർ സൺസ് ഹെൽത്തി ലൈഫ്. ഡോക്ടർ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ദൈവകൃപയാൽ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്യും. നിങ്ങളുടെ മകൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദ ഡോക്ടർ സ്മൈൽഡ്, ഡോക്ടർ പുഞ്ചിരിച്ചു. അഗെയിൻ, വീണ്ടും. ദ ഡോക്ടർ സ്മൈൽഡ് അഗെയിൻ, ഡോക്ടർ വീണ്ടും പുഞ്ചിരിച്ചു. ആൻഡ് റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ദ ഡോക്ടർ സ്മൈൽഡ് അഗെയിൻ ആൻഡ് റിപ്ലൈഡ്, ഡോക്ടർ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വി വിൽ ഡു അവർ ബെസ്റ്റ് ബൈ ഗോഡ്സ് ഗ്രേസ്. വി വിൽ ഡു അവർ ബെസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്യും. ബൈ ഗോഡ്സ് ഗ്രേസ്, ഗ്രേസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ എന്നൊക്കെയാണ് അർത്ഥം. ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് വെച്ചാൽ ദൈവകൃപയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. വി വിൽ ഡു അവർ ബെസ്റ്റ് ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയാൽ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്യും. ആൻഡ് യു ഷുഡ് ഓൾസോ പ്രേ ഫോർ യുവർ സൺസ് ഹെൽത്തി ലൈഫ്. യു ഷുഡ് ഓൾസോ പ്രേ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക.
യു ഷുഡ് ഓൾസോ പ്രേ. നിങ്ങളും പ്രാർത്ഥിക്കണം. ഫോർ യുവർ സൺസ് ഹെൽത്തി ലൈഫ്. ഹെൽത്തി എന്ന് വെച്ചാൽ ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള. ഹെൽത്തി ലൈഫ് എന്ന് വെച്ചാൽ ആരോഗ്യകരമായ ജീവിതം. ഫോർ യുവർ സൺസ് ഹെൽത്തി ലൈഫ്. നിങ്ങളുടെ മകൻ്റെ ആരോഗ്യകരമായ ജീവിതത്തിനായി. ദ ഡോക്ടർ സ്മൈൽഡ് അഗെയിൻ ആൻഡ് റിപ്ലൈഡ്, വി വിൽ ഡു അവർ ബെസ്റ്റ് ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് യു ഷുഡ് ഓൾസോ പ്രേ ഫോർ യുവർ സൺസ് ഹെൽത്തി ലൈഫ്. ഗിവിംഗ് അഡ്വൈസ് വെൻ യു ആർ നോട്ട് കൺസേൺഡ് ഈസ് സോ ഈസി, murmured the father. നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലാത്തപ്പോൾ ഉപദേശം നൽകുന്നത് വളരെ എളുപ്പമാണ്, അച്ഛൻ പിറുപിറുത്തു. ഗിവിംഗ് അഡ്വൈസ് വെൻ യു ആർ നോട്ട് കൺസേൺഡ് ഈസ് സോ ഈസി. ഗിവ് കൊടുക്കുക അല്ലെങ്കിൽ നൽകുക. അഡ്വൈസ് ഉപദേശം. കൺസേൺ എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നതായിരിക്കുക, സംബന്ധിക്കുന്നതായിരിക്കുക, ഉത്കണ്ഠ, ഇതൊക്കെയാണ് അർത്ഥം. ഗിവിംഗ് അഡ്വൈസ് വെൻ യു ആർ നോട്ട് കൺസേൺഡ് ഈസ് സോ ഈസി. നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലാത്തപ്പോൾ ഉപദേശം നൽകുന്നത് വളരെ എളുപ്പമാണ്. murmured the father. murmur എന്ന് വെച്ചാൽ പിറുപിറുക്കുക. murmured the father. അച്ഛൻ പിറുപിറുത്തു. Giving advice when you are not concerned is so easy, murmured the father. The surgery took some hours, after which the doctor went out happy. Thank God, your son is saved. And without waiting for the father's reply, he carried on his way, running by saying, if you have any questions, ask the nurse. ശസ്ത്രക്രിയയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ എടുത്തു. അതിനുശേഷം ഡോക്ടർ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. ദൈവത്തിന് നന്ദി, നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. അച്ഛൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നഴ്സിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടി നടന്നു. ദ സർജറി ടുക്ക് സം അവേഴ്സ്. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു, സം അവേഴ്സ് കുറച്ച് മണിക്കൂറുകൾ. ദ സർജറി ടുക്ക് സം അവേഴ്സ് ശസ്ത്രക്രിയയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ എടുത്തു. ആഫ്റ്റർ വിച്ച് ദ ഡോക്ടർ വെൻറ്റ് ഔട്ട് ഹാപ്പി. ആഫ്റ്റർ വിച്ച് അതിനുശേഷം ദ ഡോക്ടർ വെൻറ്റ് ഔട്ട് ഹാപ്പി ഡോക്ടർ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. താങ്ക് ഗോഡ് ദൈവത്തിന് നന്ദി. യുവർ സൺ ഈസ് സേവ്ഡ് നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. യുവർ സൺ ഈസ് സേവ്ഡ് ആൻഡ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ഫാദേഴ്സ് റിപ്ലൈ ഹീ ക്യാരിഡ് ഓൺ ഹിസ് വേ റണ്ണിംഗ് ബൈ സേയിങ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ആസ്ക് ദ നഴ്സ്. വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ഫാദേഴ്സ് റിപ്ലൈ. റിപ്ലൈ മറുപടി. വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ഫാദേഴ്സ് റിപ്ലൈ അച്ഛൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ. ഹീ ക്യാരിഡ് ഓൺ ഹിസ് വേ. ക്യാരി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുക അല്ലെങ്കിൽ ചുമക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി ക്യാരിഡ് ഓൺ ഹിസ് വേ. വേ എന്ന് പറഞ്ഞാൽ വഴി. അവൻ തൻ്റെ വഴിയിൽ നടന്നു. എങ്ങനെയാണ് നടക്കുന്നത്? റണ്ണിങ് ബൈ സേയിങ് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. റണ്ണിങ് ബൈ സേയിങ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. റൺ എന്ന് വെച്ചാൽ ഓടുക, സേ പറയുക. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ആസ്ക് ദ നഴ്സ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, ആസ്ക് ദ നഴ്സ്. ആസ്ക് ചോദിക്കുക, ആസ്ക് ദ നഴ്സ് നഴ്സിനോട് ചോദിക്കൂ. ദ സർജറി ടുക്ക് സം അവേഴ്സ് ആഫ്റ്റർ വിച്ച് ദ ഡോക്ടർ വെൻറ്റ് ഔട്ട് ഹാപ്പി. താങ്ക് ഗോഡ് യുവർ സൺ ഈസ് സേവ്ഡ് ആൻഡ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ഫാദേഴ്സ് റിപ്ലൈ ഹീ ക്യാരിഡ് ഓൺ ഹിസ് വേ റണ്ണിംഗ് ബൈ സേയിങ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ആസ്ക് ദ നഴ്സ്. വൈ ഈസ് ഹി സോ arrogant? He couldn't wait some minutes so that I could ask about my son's state, commented the father when seeing the nurse minutes after the doctor left. അയാൾ എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? എൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റുകൾ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പോയി മിനിറ്റുകൾക്ക് ശേഷം നഴ്സിനെ കണ്ടപ്പോൾ ആ അച്ഛൻ അഭിപ്രായപ്പെട്ടു. വൈ ഈസ് ഹി സോ arrogant? arrogant എന്ന് വെച്ചാൽ അഹങ്കാരിയായ. വൈ ഈസ് ഹി സോ arrogant? എന്തിനാണ് അവൻ ഇത്ര അഹങ്കാരം? ഹി കുഡൻറ്റ് വെയിറ്റ് സം മിനിറ്റ്സ്. ഹി കുഡൻറ്റ് വെയിറ്റ് അവന് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡൻറ്റ് വെയിറ്റ് സം മിനിറ്റ്സ് അവന് കുറച്ച് മിനിറ്റുകൾ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. സോ ദാറ്റ് ഐ കുഡ് ആസ്ക് അബൌട്ട് മൈ സൺസ് സ്റ്റേറ്റ്. ഐ കുഡ് ആസ്ക് എനിക്ക് ചോദിക്കാമായിരുന്നു. അബൌട്ട് മൈ സൺസ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ. എൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച്. അബൌട്ട് കുറിച്ച്. അബൌട്ട് മൈ സൺസ് സ്റ്റേറ്റ് എൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഹി കുഡൻറ്റ് വെയിറ്റ് സം മിനിറ്റ്സ് സോ ദാറ്റ് ഐ കുഡ് ആസ്ക് അബൌട്ട് മൈ സൺസ് സ്റ്റേറ്റ്. എൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റുകൾ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. കൊമൻറ്റഡ് ദ ഫാദർ. കൊമൻറ്റ് അഭിപ്രായപ്പെടുക. കൊമൻറ്റഡ് ദ ഫാദർ അച്ഛൻ അഭിപ്രായപ്പെട്ടു. വെൻ സീയിങ് ദ നഴ്സ് നഴ്സിനെ കാണുമ്പോൾ. മിനിറ്റ്സ് ആഫ്റ്റർ ദ ഡോക്ടർ ലെഫ്റ്റ് ഡോക്ടർ പോയി മിനിറ്റുകൾക്ക് ശേഷം. മിനിറ്റ്സ് ആഫ്റ്റർ ആഫ്റ്റർ ശേഷം മിനിറ്റുകൾക്ക് ശേഷം. ദ ഡോക്ടർ ലെഫ്റ്റ് ലീവിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ്. ലീവ് പോവുക, ലെഫ്റ്റ് പോയി. മിനിറ്റ്സ് ആഫ്റ്റർ ദ ഡോക്ടർ ലെഫ്റ്റ് ഡോക്ടർ പോയി മിനിറ്റുകൾക്ക് ശേഷം. കൊമൻറ്റഡ് ദ ഫാദർ വെൻ സീയിങ് ദ നഴ്സ് മിനിറ്റ്സ് ആഫ്റ്റർ ദ ഡോക്ടർ ലെഫ്റ്റ് ഡോക്ടർ പോയി മിനിറ്റുകൾക്ക് ശേഷം നഴ്സിനെ കണ്ടപ്പോൾ ആ അച്ഛൻ അഭിപ്രായപ്പെട്ടു. ദ നഴ്സ് ആൻസേർഡ്, ടീയേഴ്സ് കമ്മിങ് ഡൗൺ ഹെർ ഫേസ്. ഹിസ് സൺ ഡൈഡ് യെസ്റ്റർഡേ ഇൻ എ റോഡ് ആക്സിഡൻറ്റ്. നഴ്സ് മറുപടി പറഞ്ഞു, അവളുടെ മുഖത്ത് കണ്ണുനീരൊഴുകുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. ദ നഴ്സ് ആൻസേർഡ്,
നഴ്സ് ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ മറുപടി പറഞ്ഞു. ടിയേഴ്സ് കമ്മിങ് ഡൗൺ ഹെർ ഫേസ്. ടിയർ എന്ന് വെച്ചാൽ കണ്ണുനീർ. കമ്മിങ് ഡൗൺ ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. ഹെർ ഫേസ് അവളുടെ മുഖത്ത്. ടിയേഴ്സ് കമ്മിങ് ഡൗൺ ഹെർ ഫേസ് അവളുടെ മുഖത്ത് കണ്ണുനീർ ഒഴുകുന്നു. ഹിസ് സൺ ഡൈഡ് യെസ്റ്റർഡേ ഇൻ എ റോഡ് ആക്സിഡൻറ്റ്. ഹിസ് സൺ ഡൈഡ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. യെസ്റ്റർഡേ ഇന്നലെ. ഇൻ എ റോഡ് ആക്സിഡൻറ്റ് ഒരു റോഡ് ആക്സിഡൻറ്റിൽ. ഹിസ് സൺ ഡൈഡ് യെസ്റ്റർഡേ ഇൻ എ റോഡ് ആക്സിഡൻറ്റ്. ഹി വാസ് അറ്റ് ദ ബെറിയൽ വെൻ വി കോൾ ഹിം ഫോർ യുവർ സൺ സർജറി. നിങ്ങളുടെ മകൻ്റെ സർജറിക്ക് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ശവസംസ്കാര ചടങ്ങിലായിരുന്നു. ഹി വാസ് അറ്റ് ദ ബെറിയൽ. ബെറിയൽ എന്ന് വെച്ചാൽ ശവസംസ്കാരം അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങ്. ഹി വാസ് അറ്റ് ദ ബെറിയൽ അദ്ദേഹം ശവസംസ്കാര ചടങ്ങിലായിരുന്നു. വെൻ വി കോൾ ഹിം ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ. ഫോർ യുവർ സൺസ് സർജറി നിങ്ങളുടെ മകൻ്റെ സർജറിക്കായി. He was at the burial when we called him for your son's surgery. And now that he saved your son's life, he left running to finish his son's burial. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിച്ചതിനാൽ മകൻ്റെ ശവസംസ്കാരം പൂർത്തിയാക്കാൻ ഓടിപ്പോയി. Now that he saved your son's life. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിച്ചു. He left running. അദ്ദേഹം ഓടിപ്പോയി. To finish his son's burial. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശവസംസ്കാരം പൂർത്തിയാക്കാൻ. And now that he saved your son's life, he left running to finish his son's burial. ഇനി ഈ സ്റ്റോറിയുടെ മോറൽ അല്ലെങ്കിൽ ഗുണപാഠമാണ് പറയുന്നത്. നെവർ ജഡ്ജ് എനിവൺ ബിക്കോസ് യു നെവർ നോ ഹൗ ദെയർ ലൈഫ് ഈസ് ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. ആരെയും ഒരിക്കലും വിധിക്കരുത്, കാരണം അവരുടെ ജീവിതം എങ്ങനെയാണെന്നും അവർ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിങ്ങൾക്കറിയില്ല. നെവർ ജഡ്ജ് എനിവൺ ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യരുത് അല്ലെങ്കിൽ വിധിക്കരുത്. ബിക്കോസ് യു നെവർ നോ കാരണം നിങ്ങൾക്കൊരിക്കലും അറിയില്ല. ഹൗ ദെയർ ലൈഫ് ഈസ് അവരുടെ ജീവിതം എങ്ങനെയാണ്. ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത്. നെവർ ജഡ്ജ് എനിവൺ ബിക്കോസ് യു നെവർ നോ ഹൗ ദെയർ ലൈഫ് ഈസ് ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.